ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇസാസ് വേൾഡ്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി സ്കിപ്പ് ചെയ്ത് വെച്ചിരുന്നൊരു സ്ഥലമാണ് ഗേസ് ഇപ്പം നമ്മൾ പോകുന്നത്. പോകാനായിട്ട് നമ്മുടെ സ്ഥിരം കൂട്ടാളികളുണ്ട്, അവരെയും കൂട്ടിയാണല്ലോ പോകാനില്ല, ഈ ഒരു രസമില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നേരെ അവർ വരുന്നു, വണ്ടിയിലേക്ക് കയറുന്നു, പിന്നെ നേരെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്താണ്. അപ്പം നമുക്ക് പോയാലോ? ഈ മുറ്റത്ത് കിടക്കുന്ന മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന ചൊല്ല് പോലെയാണ് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ. കാരണമെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് കിടക്കുന്നതിന് ഒന്നിനും നമ്മൾ അങ്ങോട്ട് വലുതായിട്ട് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ദൂരെ കിടക്കുന്ന നമ്മളെ കാറ്റിയും ഒരുപാട് അകലെ കിടക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഒരുപാട് പൈസയും കൊടുത്ത് എങ്ങനെയെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നെത്തും. അതുപോലെയാണ് നമ്മൾ മൂന്നാർ പോയത്. ആ വെയിലത്ത് തണുപ്പും തേടി നമ്മൾ വണ്ടിയും വിളിച്ച് മൂന്നാർ വരെ പോയി. പക്ഷേ നമ്മൾ അടുത്ത് കിടന്ന പൊന്മുടിയെ നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല, പാവം. അവസാനം നമ്മൾ മൂന്നാർ പോയിട്ട് മഞ്ഞുമില്ല, ഒന്നുമില്ല. ലാസ്റ്റ് പൊന്മുടിയിൽ വന്നപ്പോൾ വേറെ വൈബ്, കോട നിറഞ്ഞ് വല്ലാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ നമുക്ക് മഞ്ഞിന് വേണ്ടിയിട്ട് അവസാനം പൊന്മുടി വരെ വരേണ്ടി വന്നു. ആ കഥയാണ് നമ്മുടെ ഈ വ്ളോഗിൽ. ഈ അവാർഡ് സിനിമയിലെ സീൻ കണക്ക് എല്ലാണോ നിൽക്കുന്നത്, വേറെ ഒന്നുമല്ല കേസ്, വിഷലിന് ആമാശയം വരെ കത്താൻ നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. കാരണം രാവിലെ പ്ലാൻ ചെയ്യുന്നതാണ് പോക്കെങ്കിലും നമ്മൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയപ്പോഴത്തേനും ഉച്ചയായി. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് മൊത്തം അടുത്ത ജംഗ്ഷൻ എത്തിയിട്ട് കഴിക്കാം എന്നും പറഞ്ഞ് വന്ന് അവസാനം കല്ലാറ് വരെ എത്തി. അവസാനം അവിടെ എത്തിയിട്ടാണെങ്കിൽ ഒരു കടയിൽ ഫുഡില്ല. ലാസ്റ്റ് ഒരു കടയിൽ കിട്ടിയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയവുമില്ല. 3:30 കഴിഞ്ഞായിരുന്നു. 4 മണിക്ക് മുന്നേ നമ്മൾ മെഗലിൽ എത്തിയാലേ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് നേരെ അതിന് വേണ്ടിയുള്ള പാച്ചിലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും നമ്മളെ പൊന്മുടിയിലോട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ 4 മണിക്ക് മുന്നേ വരാനായിട്ട് ശ്രദ്ധിക്കണേ. കാരണം 4 മണി വരെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം വന്നാലേ നമുക്ക് തിരിച്ചു പോക്കി നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വരാനായിട്ട് നോക്കണേ. 4 മണിക്ക് മുന്നേ വരാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ്, ചായ, എന്തെങ്കിലും കടികളൊക്കെ കിട്ടത്തുള്ളൂ. ചോറൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ കഴിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരികയോ ചെയ്യണം. പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ പാറയിലൊക്കെ മണ്ടയിലിരുന്ന് കഴിക്കാനായിട്ട്. അല്ലാണ്ട് നമുക്ക് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ചായ, കടികൾ, അതുപോലെ തന്നെ മറ്റേ ഉപ്പിലിട്ട ഐറ്റംസ്, തേയില, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വല്ല ചോറൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ടോപ്പിൽ നമ്മുടെ ക്യാൻറ്റീൻ വരുന്നുണ്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ വരുമ്പോഴത്തേക്കിന് പാഴ്സൽ വാങ്ങിച്ചിട്ട് വരികയോ കഴിച്ചിട്ട് വരുന്നതോ ആയിരിക്കും കേട്ടോ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും 2 ചെക്ക് പോസ്റ്റാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലൊരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. അതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ടിക്കറ്റ് മിസ്സാവാതെ ശ്രദ്ധിച്ചോളണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റിനൊക്കെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അഡൾട്ടിനാണെങ്കിൽ 40 രൂപയും കുട്ടികൾക്കാണെങ്കിൽ 20 രൂപയുമാണ് കേട്ടോ വരുന്നത്. പിന്നെ വണ്ടിക്ക് വരുന്നത് കാറിനാണെങ്കിൽ 40 രൂപയാണ് കേട്ടോ. ബൈക്കിൻ്റെത് എനിക്ക് ഓർമ്മയില്ല, 30 എത്രയാണെന്ന് തോന്നുന്നു. പക്ഷേ കാറിന് 40 രൂപയാണ് കേട്ടോ. പിന്നെ ഫോറിനേഴ്സിനൊക്കെ ഈ റേറ്റല്ല, എക്സ്ട്രാ വേറെ റേറ്റാണ് കേട്ടോ. അവർക്ക് കുറച്ചും കൂടെ കൂടുതലാണ് റേറ്റ് വരുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ പൊന്മുടി പോയപ്പം ചോദിച്ച ഡൗട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ചെക്ക് പോസ്റ്റുകളിൽ നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുമോ എന്നൊരു ഡൗട്ട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചതാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ആക്കിയതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആവുമല്ലോ എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കത്തില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. അല്ലാത്ത നോർമൽ ദിവസങ്ങളിലൊന്നും അങ്ങനെ വണ്ടിയുടെ ബുക്കും പേപ്പറും അങ്ങനെയൊന്നും ചെക്ക് ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ ടിക്കറ്റും അതൊക്കെ മാത്രമേ നോക്കത്തുള്ളൂ. മൊത്തത്തിൽ 22 ഹെയർ പിൻസ് ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ഓരോന്നും കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഞ്ഞെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കേസ് കോട ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ
ആദ്യമായിട്ട് നമ്മൾ മൂന്നാർ പോയിട്ട് പോലും ഞാൻ കാണാത്ത സംഭവം നമ്മുടെ പൊന്മുടിയിൽ നിന്ന് അങ്ങനെ ഞാൻ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് സൂപ്പർ. അപ്പോൾ എന്താണ്, അകത്തുനിന്ന് നല്ല വിശപ്പുമുണ്ട്, പുറത്ത് നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ മുകളിൽ കയറി പോയാൽ ഭയങ്കര തണുപ്പായിരിക്കും. കാരണം നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്, ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു സ്ഥലം കിട്ടി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, അവിടെയൊക്കെ ഒന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് എവരെങ്ങനെയെങ്കിലും മുകളിലോട്ട് കയറി പോയിട്ട് ഫുഡ് അടിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ എങ്ങനെ വെയിറ്റിങ്ങിലാണ് കേസ്. അതിൻ്റെ ഇടയിൽ വെച്ച് കുറേ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സുരക്ഷാ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. കാരണം പ്രത്യേകിച്ച് അവിടെ ജീവനക്കാരും കാര്യങ്ങളൊന്നും ഇതുപോലെയുള്ള താഴെ നിന്നുള്ള വ്യൂ പോയിന്റിലൊന്നും കാര്യങ്ങളിലൊന്നും ഇല്ല. മുകളിൽ ചെന്നാൽ ടോപ്പിൽ ചെന്നാൽ ഉണ്ട് കേട്ടോ, താഴെയൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ എന്താണ്, നമ്മൾ കൂടെ വരുന്ന കുഞ്ഞുങ്ങളെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമ്മളെന്താണ് അവരുടെ സുരക്ഷയും നമ്മുടെ സുരക്ഷയും നമ്മൾ തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതാ നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഗീസ് ആ പാറക്കല്ല്. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ അകത്തിരുന്ന് വേണം ഫുഡ് കഴിക്കാൻ. അപ്പം ഇപ്പം ഇരിക്കുന്നവരെല്ലാവരും കൂടെ അങ്ങ് പോയിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ വിശാലമായിരുന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മളവിടെ നടക്കുവാണ് കേട്ടോ. ഈ മഞ്ഞാണെങ്കിൽ ഞങ്ങളെ കണ്ട പാടെ ഞങ്ങളെ കളിപ്പിക്കുകയാണ്. ആദ്യം ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് മൊത്തവും മഞ്ഞായിരുന്നു. ഞങ്ങളെ കണ്ടതും അത് താഴോട്ട് ഉൾവലിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേനും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തണുത്ത് നമ്മളെ കഴിപ്പിക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ എണീറ്റപ്പോൾ വീണ്ടും താഴോട്ട് വന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ നേരം വീണ്ടും മണ്ടയിൽ കയറി, പിന്നെ പോകാൻ നേരം വീണ്ടും താഴോട്ട് കയറി. അങ്ങനെ ഒരു പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല രീതിക്ക് ഷോയും കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഗീസ്. സംഭവം ഞാൻ താഴോട്ടൊക്കെ പോയി നോക്കാം എന്നുള്ള രീതിക്ക് നടന്നതാണ്. പക്ഷേ എന്താണ്, താഴോട്ട് പോയി നോക്കിയാൽ ഞാൻ എന്തായാലും തലയിറങ്ങി താഴെ വീഴും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പടിയിൽ മണ്ടയിൽ പോലും ഞാൻ കയറി നിന്ന് താഴോട്ട് നോക്കി എനിക്ക് തലയിറങ്ങും. എന്നിട്ടാണ് ഞാൻ അഹങ്കാരം മൊത്തം ഞാൻ കാണിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് പോലും അറിഞ്ഞില്ല. അപ്പച്ചിൻ്റെ മോളിൽ സെൽഫി എടുക്കും റീൽസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതാ നമ്മൾ അവിടെ നിൽക്കുന്നവർ പോകാനുള്ള വെയിറ്റിങ്ങിലാണ്. അവരാണെങ്കിൽ പോകുന്നതുമില്ല. വയറ്റിൻ്റെ അകത്താണെങ്കിൽ എല്ലാം കിടക്കും. ഇപ്പോൾ തള്ളക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ പോയാൽ. അതിൻ്റെ ഇടയിലാണെങ്കിൽ അവർ പോയ സമയത്ത് ഫുഡ് എടുക്കാൻ കയറി പോയവരാണെങ്കിൽ വന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. എന്തരായിരുന്നു എന്തോ. അതിനിടയിൽ കുറേ പ്രേതങ്ങൾ പാറയുടെ മണ്ടയിൽ നിൽക്കുന്നത് കേട്ടോ പ്ലീസ്. ഏതാദ്യം ഫുഡ് കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാവരും അതിൻ്റെ മേലെ അടുത്ത ആക്രമണം. പിന്നെ ഞാൻ സഹിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെക്കണമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചെടുത്ത് അതിൻ്റെ ഇടയിൽ ബീഫിൻ്റെ മണം എൻ്റെ മൂക്കിലോട്ട് ഇരച്ച് കയറി. പിന്നെ ഞാൻ സഹിച്ചവിടെ നിന്നില്ല, വീഡിയോ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാനും പോയപ്പോട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ നല്ല മരിച്ചീനി ബീഫ് പിന്നെ ഊണുമാണ് കേട്ടോ വാങ്ങിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യാത്ര, മഞ്ഞിനിടയിൽ കൂടെയുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു. ഇതൊക്കെ സൂപ്പർ ഒരു വൈബാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് പറ്റുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പിന്നീട് ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് അറിയത്തില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ, നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് നമ്മൾക്ക് എന്താണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് ലൈഫ് ആസ്വദിക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെ ചിലപ്പോൾ എന്താണ് മറ്റുള്ളവർ പറയുമായിരിക്കും നമ്മളെന്താണ് ആഹാരം കാണിക്കുവാണ്, വീട്ടടിക്കുവാണ്, അല്ലെങ്കിൽ വായി നോക്കി നടക്കുവാണ്, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്താണ്, നമ്മളെ കയ്യിൽ എന്തുണ്ട് എന്തില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയും. നമ്മുടെ ലൈഫാണല്ലേ. നമ്മൾ മറ്റുള്ളവർ പറയുന്നതും കേട്ടിരുന്നാൽ നമുക്ക് അതിന് മാത്രമേ സമയം കാണുള്ളൂ. നമുക്ക് എന്താണ്, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മളെന്താണ് മാക്സിമം പ്രയോജനപ്പെടുത്തുക. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. സങ്കടങ്ങളെല്ലാം ഞാൻ കൂടുതൽ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂടെ കിട്ടിയത് അങ്ങനെ ഒരാളാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എന്താണ് ഞാനത് ചിലപ്പോൾ അങ്ങനെ ഇല്ലാത്തവരും അല്ലാത്തവർക്ക് നമുക്ക് എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് കിട്ടിയ അവസരങ്ങൾ, കാരണം നമ്മൾ ചെറിയൊരു ലൈഫാണ്. അതിൽ നമ്മളെന്താണ് ഒരിക്കലും എന്താണ് സങ്കടപ്പെട്ട് നമ്മുടെ ലൈഫ് അങ്ങ് പാഴാക്കി കളയാതെ കിട്ടിയ അവസരങ്ങൾ നമ്മൾ സന്തോഷിക്കാനായിട്ട് എന്താണ് നോക്കുക. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ യാത്രകൾ ചെയ്താൽ നമ്മുടെ ടെൻഷനും വിഷമങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇതുപോലുള്ള യാത്രകൾ കേട്ടോ. അപ്പം പറഞ്ഞ് അവസാനം ഞാൻ വേറെ ഏതെങ്കിലും തലങ്ങളിലേക്കൊക്കെ എത്തും. അതിന് മുന്നേ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം വീണ്ടും നമുക്ക് നമ്മുടെ വ്ലോഗിലോട്ട് വരാം. അപ്പോൾ നമ്മളവിടെ ചെന്നെത്തിയതും മഴ തുടങ്ങിയ കേസ് എൻ്റെ പൊന്നെ തണുത്ത് വിറച്ച് കൊഞ്ചായി. നല്ല മഞ്ഞും അതിൻ്റെ ഇടയിൽ മഴയും. സംഭവം വേറെ ലെവലായിരുന്നു കേട്ടോ. പക്ഷേ തണുപ്പ് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇതുപോലുള്ള കുറച്ച് കൂടാരങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മഴ കണ്ടപ്പോഴത്തേക്കും ഓരോ സ്ഥലത്തോട്ട് കയറാതെ മരത്തിൻ്റെ മൂട്ടിൽ നിന്നവർ ആരോ ആയി. അലച്ചലച്ചൻ്റെ സൗണ്ട് മൊത്തം പോയി കേസ്. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ കിച്ച് പോലെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം മ്യൂസിക്കിൻ്റെ കൂടെ
പൊന്മുടി പറ. പൊന്മുടി പറ. പൊന്മുടി എത്തിക്കുന്നു. പൊന്മുടി എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ പൊന്മുടി ഷോളം അങ്ങനെ ആക്കിക്കൊണ്ട് പോകും. കാറ്റിനും വേണ്ട. ഇങ്ങനെ ഈ കല്ലും മുള്ളും ഒക്കെ താണ്ടി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഓലാ മണ്ടയിലിരിക്കുന്ന ആ സായത്തിൻ്റെ മണ്ടയിൽ കയറാനാണ് ഗീസ്. പക്ഷേ എന്താണ്, നമുക്ക് പണി കിട്ടി, അതിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് കയറിയതുപോലെ നമ്മൾ തിരിച്ചിറങ്ങി. പക്ഷേ എന്താണ്, മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാനും പറ്റില്ല ഗീസ്. അങ്ങനെ അവസാനം ഗെയ്സ് നമ്മൾ കയറി മലയുടെ മണ്ടയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ടവറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ മണ്ടയിലോട്ട് പോകാനായിട്ട് ആ വഴിയെല്ലാം താണ്ടേ എന്തൊക്കെയോ വെച്ച് അടച്ചു വെച്ചേക്കാണ്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ആരോ താഴെ തലയും കുത്തി വീണ് കാണും. അതായിരിക്കാം അത് അടച്ചു വെച്ചതെന്നാണ് ഞങ്ങളുടെ ബലമായ നിഗമനം. ഓക്കെ, അങ്ങനെ മെഗലത്തെ ഷോയൊക്കെ കഴിഞ്ഞ് വീണ്ടും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ എല്ലാവർക്കും കയറി വരുമ്പോഴാണ് പാട്, ഇത് നമുക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് പാട്. കാരണം എന്ന് വെച്ചാൽ മൂടും കുത്തി താഴെ വീഴാതെ ഒരു വിധത്തിനാണ് നമ്മൾ താഴെ എത്തിയത്. പിന്നെന്താണ്, നമ്മൾ ഇറങ്ങിക്കോണ്ട് നിന്നപ്പോഴത്തേനും മഞ്ഞ് വരും പോകും അങ്ങനെയായിരുന്നു കേട്ടോ. കണ്ട മഞ്ഞ് പോയി. ഇതാണ് സംഭവം. മുകളിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേനുള്ള സംഭവം കേട്ടോ. ഇത് കുറേ മുകളിലാണ് നമ്മൾ നിന്നത്. അത് കഴിഞ്ഞ് നടന്ന് മഞ്ഞ് പോയപ്പോഴുള്ള ഭാഗമാണ് ഞാനെടുത്ത കണ്ട ഇങ്ങനെയുണ്ട്. ഇതിൽ കാണുമ്പോൾ ഇത്ര നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എൻ്റെ മുന്നേ അങ്ങനെ മലയൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മളെ കാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഫിസിലടിച്ചത് കൊണ്ടാണ് നമ്മൾ വന്നത്, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടേക്ക് കറങ്ങി തിരിഞ്ഞ് നിന്നേന. അങ്ങനെ എന്താണ് ഒട്ടുമിക്ക വണ്ടികളും പോയി. ലാസ്റ്റ് നമ്മൾ കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ എന്താണ് ഇസു ആമിരൊക്കെ നല്ല തണുത്ത് വിറയലൊക്കെ ആയി. ഇനിയിപ്പോൾ നേരെ നമുക്ക് പൊന്മുടിയിലെടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് താഴോട്ട് ഇറങ്ങി പോകണം. അതിനിടയ്ക്ക് വെച്ച് നല്ല തണുപ്പല്ലേ, ചായ കുടിക്കാതെ ഇങ്ങനെ പോകണത്. അങ്ങനെ നമ്മളൊരു ചെറിയ അപ്പൂപ്പൻ്റെ അല്ല, ഒരു അപ്പൂപ്പൻ്റെ ചെറിയൊരു ചായക്കടയിൽ കയറിയിട്ട് നല്ല ചായയും ബ്രെഡ് ഓംപ്ലേറ്റും എന്താണ് നല്ല പഴംപൊരിയൊക്കെ കഴിച്ചായിരുന്നു. എനിക്ക് ആ ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചപ്പോൾ നമ്മുടെ മൂന്നാർ മിസ് ചെയ്ത് ഗെയ്സ്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പോവാം ഇനി.
അപ്പം നമ്മുടെ പൊന്മുടി വ്ളോഗിലെ കാഴ്ചകൾ ഇത്രയൊക്കെയുള്ള കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നേരെ നമ്മുടെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടണേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മുടെ ഒരു ഹോം ടൂറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്ക് ആ ഹോം ടൂറുമായിട്ട് വരാവേ. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഇനി സാധാരണ പറയല്ലോ രാത്രി യാത്രയില്ല. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.